നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ പാർവതി എന്നെ ജാസ്മിനെ മെഹന്തി ഇട്ട് കൊടുത്തു. അല്ല, ഞാൻ വിശാൽ സർ, എനിക്കതൊന്നും വലിയ വശമൊന്നുമില്ല. അല്ല, എന്നാ ഞാനിട്ട് കൊടുത്താലോ? വേണ്ട, ഗാർഗി മൈലാഞ്ചി ഇടണ്ട. അതെന്താ ഞാൻ നിനക്ക് മൈലാഞ്ചിട്ടാ? അതെ, എന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്തുന്നത് വിശാലും പാർവതിയും കൂടിയാ, അതറിയാലോ. അപ്പോ ഒന്നുകിൽ പാർവതി എന്റെ കയ്യിൽ മെഹന്തി ഇട്ട് തരണം, അല്ലെങ്കിൽ വിശാൽ ഇട്ട് തരണം. ഞാനോ? എനിക്ക് മെഹന്തി ഇട്ട് കൊടുത്ത ശീലമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ പാർവതിക്ക് ഇട്ട് കൊടുക്കാം. വേണ്ട, പാർവതിക്ക് വേണമെങ്കിൽ ഗാർഗി മൈലാഞ്ചി ഇടട്ടെ. ഗാർഗിക്ക് സ്റ്റൈലായിട്ട് മൈലാഞ്ചി അണിയിക്കാൻ അറിയാലോ. എനിക്ക് വിശാൽ മെഹന്തി അണിയിച്ചാ മതി. എന്താ വിശാൽ, അത് ഓക്കെ അല്ലേ? അതെന്താ, എന്റെ കയ്യിൽ മൈലാഞ്ചി അണിയിക്കാൻ വിശാലിന് പ്രയാസമുണ്ടോ? അല്ല, ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്. അതൊന്നും ഇപ്പൊ വിശാല് നോക്കണ്ട. വിശാൽ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരണമെന്നുള്ളത് എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം വിശാല് സാധിച്ചു തരുവോ ഇല്ലയോ, അത് മാത്രം അറിഞ്ഞാ മതി. അതൊരു വല്ലാത്ത ആഗ്രഹമാണല്ലോ ജാസ്മിൻ. ഗാർഗി, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ചോദിച്ചത് വിശാലിനോടല്ലേ, വിശാല് മറുപടി പറയട്ടെ. വിശാൽ സർ, ഇന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോവല്ലേ, മറ്റൊരാളുടെ ഭാര്യയാവുകയല്ലേ. അന്നേരം ഇവൾക്ക് ഈ ആഗ്രഹങ്ങളൊന്നും വിശാൽ സാറിനോട് പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് വിശാൽ സാർ തന്നെ ജാസ്മിന് മെഹന്തി അണിയിച്ചോളൂ. ഞാൻ ഇവിടം വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നാണോ പാർവതി നീ കരുതുന്നത്? മറ്റൊരാളുടെ ഭാര്യയാവുന്നാണോ നീ പ്രതീക്ഷിക്കുന്നത്? പാർവതി, ഞാൻ എവിടെയും പോകുന്നില്ല. വിശാലിന്റെ ഭാര്യയായി, ഈ വീട്ടിലെ മരുമകളായി ഇവിടെ തന്നെ വരും. ഈ വീട്ടിൽ നിന്നും, വിശാലിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ പോകുന്നത് നീയാ. ആ മെഹന്തി എടുത്ത് സാറിന്റെ കയ്യിൽ കൊടുത്തോളൂ. ഉറങ്ങിപ്പോയല്ലോ. ഉറങ്ങിയ ആളിനെ വിളിച്ചുണർത്തുന്നത് ശരിയല്ല. പാർവതി,
ഞാൻ വാക്ക് തരാത്തതിന്റെ വിഷമത്തിലായിരിക്കുമല്ലേ നീ ഉറങ്ങുന്നത്. നീ വിഷമിക്കണ്ട. ഞാനിപ്പോ നീ ചോദിച്ച വാക്ക് തരാൻ പോവാ. പാർവതി, എന്റെ മരണം വരെ ഒരു കാരണത്താലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നിന്നെ എനിക്ക് എങ്ങനെയാ ഉപേക്ഷിക്കാനാവുക? അത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നീ കൂടെയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിക്കാൻ പോലും എനിക്കാവുന്നില്ല. ഈ ജന്മത്തിൽ വിശാലിന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. അത് നീയാ പാർവതി. നമ്മളെ രണ്ടുപേരെയും ഉദയന്നൂരമ്മയാണ് കൂട്ടിച്ചേർത്തത്. ആ അമ്മ നമ്മളെ ഒരിക്കലും വേർപിരിക്കില്ല. ജാസ്മിന്റെ അച്ഛനാ. ഹലോ അങ്കിൾ. എന്തായി, പുറപ്പെട്ടോ? ഇല്ല, ഞങ്ങൾ ഇറങ്ങുവാ. ആ, അങ്കിൾ അവിടെ മണ്ഡപത്തിലെത്തിയോ? ഞാനും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റ് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. ഞങ്ങളെ ക്ഷണിച്ചവരൊക്കെ ഹോട്ടൽ ക്ലൗഡില്. ആ, അവര് ഉടനെ അവിടെ എത്തും. ആ അതെ, നിങ്ങൾ ഉടനെ വരൂ. നിങ്ങൾ ക്ഷണിച്ചവരെയൊക്കെ സ്വീകരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ വേണ്ടേ? ഇല്ല, ഇനി അധികം താമസിക്കില്ല. ഞങ്ങള് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ഓക്കെ ഓക്കെ. ശരി അങ്കിൾ. ഓക്കെ. നമുക്കേ ഉടനെ പുറപ്പെടണം. അവിടെ ആളുകളൊക്കെ എത്തി തുടങ്ങി. ഞങ്ങൾ എപ്പോഴേ റെഡിയായി നിൽക്കാം. ഇനി വരാനുള്ളത് കല്യാണ പെണ്ണും അമ്മയും ബിപിനും പല്ലവിയും ഒക്കെ അല്ലേ? അവരും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് പുറപ്പെടാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.